മാഷേ, മന്ത്രി കുട്ടികൾക്ക് 100% മാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ സ്വന്തം മന്ത്രിയല്ലേ, മന്ത്രിയല്ല, ചൂരൽമലക്കാരനാണ്. സാറിനെ നിരന്തരം കണ്ടും കേട്ടും ഇപ്പോൾ ഞങ്ങളിൽ ഒരാളായി സാർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഇതാണ് ഞങ്ങളുടെ കരുത്ത്. ദുരന്തം എടുത്തെങ്കിലും വയനാട്ടിലൊരു പുതുജീവനത വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ടൗൺഷിപ്പൊക്കെ അല്ലേ, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മിക്കവാറും പേർക്കൊക്കെ അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷം കൂടി ഉണ്ട് ഇവർക്ക്. ഇവരുടെ ഒരു പുതുനഗരത്തിൻ്റെ അവസാന ഘട്ടമായി. ഫെബ്രുവരിയോടുകൂടി ആദ്യഘട്ടം പൂർണ്ണമായിട്ട് അവസാനിക്കും. ഫെബ്രുവരി 15 ഇപ്പം 310 വീടുകളോളം ആയി. ഞാനിപ്പോൾ തിങ്കളാഴ്ച വീണ്ടും അവിടെ പോകുന്നുണ്ട്. അവസാനത്തെ പെയിൻറ്റിങ് വർക്കുകളിലേക്കൊക്കെ കടന്നു. ഗംഭീരമായിരിക്കും ഒരു നഗരം തന്നെ. അവിടെ ആദ്യഘട്ടം വീടാണ് കൊടുക്കുന്നതെങ്കിൽ റോഡ്, കുട്ടികളുടെ കളിസ്ഥലങ്ങൾ, വലിയവർക്കുള്ള കളിസ്ഥലങ്ങൾ, സ്വിമ്മിംഗ് പൂള്, ആരോഗ്യ കേന്ദ്രം, ഇങ്ങനെ തുടങ്ങി എല്ലാം ഉള്ള കേരള ചരിത്രത്തിൽ ആദ്യമായി ഒറ്റപ്പെട്ടു പോകുന്നവരല്ല നിങ്ങൾ എന്ന് പറഞ്ഞ് ഒറ്റപ്പെടാതെ നഷ്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ബാക്കിയുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ടുള്ളൊരവസരം നഗരത്തിലൂടെ ഉണ്ടാകും. ഒരു പ്രയാസവും ഉണ്ടാകില്ല. എപ്പോഴും സർക്കാരുണ്ട്. വ്യക്തിപരമായ അതിനേക്കാൾ വലിയ ബന്ധമാണ് സർക്കാർ എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തിപരമായ ബന്ധമാണ്. ആ ചൂരൽമലയിൽ ഓരോരുത്തരും ഇപ്പോഴും വിളിക്കും ഓരോ വിശേഷങ്ങളുമായിട്ട്. അങ്ങനെ ഒരു സ്നേഹമാണ്. ഇവർ വന്നപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ അഭിനയിക്കുന്ന, അനുഭവിക്കുന്ന, പിന്നെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി പോലെ വഞ്ചിപ്പാട്ടിൻ്റെ വേദിയിൽ ഇന്നലെ രാത്രി ഉണ്ണിമാഷ കണ്ടപ്പോൾ തന്നെ ഉണ്ടായ ഒരു സന്തോഷം ചെറുതല്ല. വൃന്ദവാദത്തിൻ്റെ ഇടയിൽ വെച്ചാണ് രാത്രി 12 മണിക്ക് കണ്ടുമുട്ടിയത്. അപ്പോൾ മുതലിങ്ങനെ ഇവരുടെ പരിപാടി കഴിഞ്ഞ് കാണാനുള്ള ഒരു ത്രില്ലിലായിരുന്നു. കണ്ടപ്പോൾ വലിയ സന്തോഷം.